നമസ്കാരം. ഇപ്പോൾ ദിവസവും കേൾക്കുന്നൊരു വാർത്തയാണ് ക്ഷേത്രങ്ങളിൽ ഗണഗീതം പാടി ലഹളയുണ്ടായി എന്നുള്ളത്. ഇപ്പം ഇന്നലെ തിരുവനന്തപുരം പാലോട് ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ തന്നെ ഗണഗീതം പാടിയിട്ടുണ്ട്. ആ ഗണഗീതം പാടിയ ആളുകളെ എതിർത്ത് CPM പ്രവർത്തകരെ RSS BJP പ്രവർത്തകരെ ചേർന്ന് ക്രൂരമായിട്ട് മർദ്ദിച്ചിട്ടുണ്ട്. അതിന് പേരിൽ അറസ്റ്റും നടന്നിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ദൂഷ്യഫലം ചെന്ന് എത്തിപ്പെടുന്നത് ക്ഷേത്രങ്ങളുടെ മേലാണെന്ന് മനസ്സിലാക്കണം. ക്ഷേത്രങ്ങൾ രാജ്യസ്നേഹം വളർത്താനുള്ള സങ്കേതങ്ങളല്ല. ക്ഷേത്രോത്സവങ്ങൾ കലോത്സവങ്ങളാക്കാനുള്ള വേദികളല്ല. ക്ഷേത്രങ്ങളിലൂടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള RSS അജണ്ടയുടെ പരിണിത ഫലം ക്ഷേത്ര സംവിധാനം ഇല്ലാതായി പോകുക എന്നുള്ളതാണ്. ക്ഷേത്രങ്ങൾ വാസ്തവത്തിൽ ഓരോ ക്ഷേത്രങ്ങളും ഹൈന്ദവ ആധ്യാത്മിക വിദ്യാലയങ്ങളാണ്. അത് മനസ്സിലാക്കേണ്ടതും അതിനനുസരണമായി പ്രവർത്തിക്കേണ്ടതും അതിനനുരോധമായിട്ട് പ്രവർത്തിക്കേണ്ടതും യഥാർത്ഥത്തിലുള്ള വിശ്വാസികളാണ്. നമസ്കാരം. ക്ഷേത്രത്തിനകത്ത് ഗണഗീതം പാടി RSSകാര് സംഘപരിവാറുകാർ അവരുടെ ശാഖകളിൽ പാടുന്ന ഗണഗീതങ്ങളിൽ ഒന്നാണ് അവർ രാജ്യസ്നേഹ അവർ ദേശഭക്തി ഗാനമായിട്ട് വിലയിരുത്തിയിട്ട് വീണ്ടും വീണ്ടും ക്ഷേത്രങ്ങളിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് വരുന്നത് CPMൻ്റെ അതുപോലെ DYFIയുടെ ആളുകളാണ്. അതിന് കാരണം ഈ ഗണഗീതം ചൊല്ലുന്നവർ സംഘപ്രവർത്തകരാണ്, RSSകാരാണ്, സംഘപരിവാറിൻ്റെ ആളുകളാണ്. അതവരുടെ ശാഖയിൽ ചൊല്ലാനുള്ള കാര്യമാണ്. അതിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളതല്ല. അത് നമിപ്പൂജങ്ങൾ ഭാരത അങ്ങനെ പറഞ്ഞ ഒന്നാണ് അതിൻ്റെ ഓരോ വരികൾ എടുക്കുമ്പോൾ എന്താ ഒക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുദ്ധമായിട്ടുള്ള പശുവിൻ പാലാണെങ്കിൽ പോലും അത് പുതുതായിട്ട് വാങ്ങിച്ചൊരു കോളാമ്പിക്കകത്ത് തന്നാൽ നിങ്ങളത് കുടിക്കുമോ? കാരണം എന്താണ്? ആ കോളാമ്പിയിൽ നിന്നാണ് ആ പാല് വരുന്നത്. പുതിയ കോളാമ്പിയാണ്. അത് അച്ചിലിട്ട് വാർത്ത് തൃശ്ശൂർ നടവരമ്പ് അവിടെയാണ് ഏറ്റവും കൂടുതലുള്ളത് കേട്ടോ. ഓട്ട് കിണ്ടി ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അത് ശുദ്ധമായിട്ടുള്ള പശുവിൻ പാലാണെന്ന് കരുതി നിങ്ങൾ കുടിക്കുമോ? പട്ടിത്തോലിനകത്ത് പശുവിൻ പാല് നല്ലതാ. പട്ടിത്തോലിനകത്ത് തരുന്നത് ഉണങ്ങി മുരടിച്ച പട്ടിപ്പാല്, ആ പട്ടിത്തോല്. അതിനകത്ത് പാലൊഴിച്ചാലും ആ പട്ടിത്തോലിൻ്റെ അംശങ്ങൾ അതിൽ കലരുന്നില്ല. പക്ഷെ നമ്മൾ കുടിക്കുമോ? കുടിക്കില്ല. ഒരു RSS ഏറ്റെടുത്ത ഒരു ഗാനം ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അതിനെ RSS ഗണഗീതമായിട്ട് ഉൾപ്പെടുത്തുള്ളൂ. അതിനെ ഒരിക്കൽ പോലും ദേശഭക്തി ഗാനമായിട്ട് നിർത്താൻ പറ്റില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇവർ കമ്മ്യൂണിസ്റ്റുകാർ സ്ഥിരം പറയുന്ന പാടുന്ന ചില പാട്ടുകളുണ്ട്. KPACDക്കും പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ ഏതൊരു ക്ഷേത്രത്തിൽ പാടിക്കഴിഞ്ഞാൽ ആ പാട്ടിനകത്ത് എന്താണ് പറയുന്നത്? ഭാരതത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാരതത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. നല്ല കാര്യമാണ് പറയുന്നത്. ദേശഭക്തി ഗാനം തന്നെയാണത്. ഉദാഹരണത്തിന് ബലിക്കുട്ടീരൻ ആ പാട്ട്, അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് പറയുന്നുണ്ടോ? EMSനെ കുറിച്ചോ AKGയെ കുറിച്ചോ അതിനകത്ത് പറയുന്നുണ്ടോ? ആ പാട്ട് അമ്പലത്തിൽ പാടിക്കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയുന്നവരെ കൂടുതൽ ഞാനും ഉണ്ടാകും.
അത് പാടേണ്ട സ്ഥലങ്ങളുണ്ട്. അവർ RSന്റെ ഗണഗീതങ്ങൾ അത് പാടേണ്ട സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഈ ഗണഗീതം പാടുകയും അതിനെ തുടർന്ന് അവിടെ ലഹള ഉണ്ടാകുകയും ആ ഗ്രാമത്തിലുള്ള ഈ ലഹള ഉണ്ടാക്കുന്ന CPM-കാർ വരുന്നത് ചേരുന്നല്ല, ആ ഗ്രാമത്തിൽ തന്നെ അന്യോന്യം മുഖാമുഖം നോക്കി നിൽക്കേണ്ടുന്ന രണ്ട് കൂട്ടം ആൾക്കാരാണ് അവിടെ അടിയുണ്ടാക്കേണ്ടത്. ഇതിൻ്റെ പേരിൽ അതിന് വേദിയൊരുക്കുന്ന അമ്പല കമ്മിറ്റിക്കാരും അതിൽ പ്രതികളാണ്. ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് ഈ ഗണഗീതം പാടുന്ന ഒരു കൂട്ടം ആൾക്കാരും അത് പാടരുതെന്ന് പറയുന്ന മറ്റേ കൂട്ടം ആൾക്കാർ കൂടി ചെയ്യുന്നത് എന്താ? ആ അമ്പലത്തെ കലാപഭൂമിയാക്കുന്നു. ആ ഗ്രാമത്തിൽ രണ്ട് ചേരിയായിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ അതെല്ലാ കാര്യത്തിലേക്കും അത് പടർന്നു ഒഴുകുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ സ്ഥിരം ഒറ്റപ്പെട്ട സംഭവമല്ല, സ്ഥിരം അനുവർത്തിക്കുന്നതാണ്. നമ്മൾ പലതും അറിയുന്നില്ല, പലതും അറിയുന്നു മാത്രം. തിരുവനന്തപുരം പാലോട് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഈ അടി നടന്നിട്ടുള്ളത്. CPIM ഇലവുപാലം ബ്രാഞ്ച് സെക്രട്ടറി ഷാനിനെയാണ് ക്രൂരമായിട്ട് മർദ്ദിച്ചത്. ഇത് BJP-കാർ ഇങ്ങോട്ടാണ് മർദ്ദിച്ചിട്ടുള്ളത്. ഇവർ ചെന്നത് പാടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇത് അമ്പലമാണ്, ഞങ്ങളെല്ലാവരുടെയും അമ്പലമാണ്, അത് നിങ്ങളുടെ സംഘഗാനം പാടാനുള്ള അല്ലെങ്കിൽ RSSൻ്റെ ഗീതം പാടാനുള്ള ഗണഗീതം പാടാനുള്ള സ്ഥലമില്ലെന്ന് പറഞ്ഞു. ഒരു ലഹളയായി. അയാളെ ഈ CPM പ്രവർത്തകനെ RSS BJP-കാർ കൂടി തല്ലി. ഇപ്പം അയാൾക്ക് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അറിഞ്ഞത്. തലയിലേക്ക് അടി കൊണ്ടിട്ടുണ്ട്. ഇപ്പം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇലവുപാലം കൊല്ലയിൽ അപ്പൂപ്പൻ നടയിലെ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് ചല്ലിമുക്ക് ജംഗ്ഷനിൽ നടന്ന ഗാനമേളയിൽ ഗണഗീതം പാടിയതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. അതിനെ തുടർന്നാണ് CPIM DYFI അതിനെയാണ് ചോദ്യം ചെയ്തത്. അതിനെ തുടർന്നാണ് RSS BJP പ്രവർത്തനവുമായിട്ട് തർക്കമുണ്ടായത്. പിന്നീട് ആ തർക്കത്തിന് മുമ്പിൽ നിന്ന് ഷാൻ വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്താണ് പിന്നാലെ എത്തിയിട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചത്. തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്, കൈക്ക് ഏറ്റിട്ടുണ്ട്, കമ്പിപ്പാര കൊണ്ടാണ് മർദ്ദിച്ചത്. ഏതായാലും കുറേ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോകും. അറസ്റ്റും കാര്യങ്ങളും നിത്യാദി കാര്യങ്ങൾ അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് പോകും. ആ കേസ് ചിലപ്പോൾ ശിക്ഷിക്കും, ചിലപ്പോൾ ശിക്ഷിക്കാതിരിക്കാൻ തീരും. ഈ പരിക്ക് പറ്റിയ ഷാൻ എന്ന് പറയുന്ന യുവാവ്, അദ്ദേഹത്തിൻ്റെ പരിക്കും ഉണങ്ങും, ഉറപ്പാണല്ലോ. പക്ഷേ അവിടെ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാകുന്നത്, ആ മുറിവ് കാലകാലങ്ങളോട് നീണ്ടുപോകുന്നത് മനസ്സിനകത്തുള്ള മുറിവ് ആ നാട്ടുകാരുടേതാണ്. തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ എന്താ സുഖമല്ലേ എന്ന് ചോദിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് ഇപ്പോൾ അവിടെ സൃഷ്ടമായിട്ടുള്ളത്. ആ അമ്പലവും കലാപഭൂമിയായിരിക്കുകയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതിങ്ങനെ പരക്കുകയാണ്, ദിനം പരക്കുകയാണ്. ഇത് ചെയ്യുന്നത് ശരിയല്ല എന്നൊരു കൂട്ടം ആളുകൾ, ഇത് അന്യ സംസ്ഥാനത്തു നിന്നോ അന്യദേശത്തു നിന്നോ വന്ന ആൾക്കാരല്ല, ആ നാട്ടിലെ ആൾക്കാർ തന്നെയാണ്. ഗണഗീതം പാടാൻ പാടില്ല. ഇപ്പോൾ ഒരു കൂട്ടം യുവാക്കൾ വന്നിട്ടുണ്ട്, ഭജൻസ് പാടാൻ വേണ്ടി യുവാക്കൾ. ലക്ഷോപലക്ഷം ആൾക്കാരാണ് അവരെ കാണാൻ ചെല്ലുന്നത്. അതും വാസ്തവത്തിലൊരു നുഴഞ്ഞ കയറ്റത്തിൻ്റെ ഭാഗമാണ്. അത് അമ്പലങ്ങളിലല്ല ചെല്ലേണ്ടത്. ഭജൻസ് അമ്പലങ്ങളിലല്ല ചെല്ലേണ്ടതെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക്, ഹിന്ദുക്കൾക്ക് പോലും എന്താണ് ഈ സ്വാമി അഥവാ ഈ ആസാമി പറയുന്നത് അവർക്ക് തോന്നും. അമ്പലത്തിനകത്ത് മൗനമാണ് ഭജനം. അവിടെ വേണ്ടത് ജപമാണ്, ധ്യാനമാണ്. പക്ഷേ ജനങ്ങളതെല്ലാം മറന്നു. കാലങ്ങളെ കൊണ്ട് അമ്പലത്തിനകത്ത് വേണ്ടത് ഈ രീതിയിലുള്ള കോലാഹലങ്ങളാണ്. ഗാനമേള, നാടകം, ഇതൊക്കെയാണ് അമ്പലത്തിനകത്ത് വേണ്ടതെന്ന് അങ്ങനെ അങ്ങോട്ട് ധരിപ്പിച്ചു വെച്ചു പലരുമായിട്ട്. ഒരു തലമുറ മുഴുവൻ നശിച്ചു. ആയതുകൊണ്ട് തന്നെ ആ തലമുറയിൽ നിന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും പകർന്നു കിട്ടിയില്ല. ഭജൻസിന് പകരം യേശുദാസിൻ്റെ ഗാനമേള വയ്ക്കാം, അതും തെറ്റാണ്. ജയചന്ദ്രൻ്റെ ഗാനമേള വയ്ക്കാം, അതും തെറ്റാണ്. ഇതിനുള്ള സ്ഥലങ്ങളല്ല ക്ഷേത്രങ്ങൾ. ഇവിടെ ക്ഷേത്രങ്ങളുടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് ക്ഷതാത് ത്രായതേ, ക്ഷതങ്ങളിൽ നിന്ന് ഉയർത്തുന്നു, ക്ഷീയതേ എന്നിട്ട് നശിച്ചു പോകുന്നു.
ഇതാണ് ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളെ ഞാൻ പലപ്പോഴും പറഞ്ഞാണ്ട് വീണ്ടും പറയുന്നില്ല. ഗർഭഗൃഹം, ശിരപ്രോക്തം തുടങ്ങി ഗർഭഗൃഹം അവിടുത്തെ ശ്രീകോവിൽ ശിരസാണ്, തുടങ്ങി പാദം വരെ ദേവപാദം, അത് ഗോപുരം ദേവപാദം, അങ്ങനെ വരികയാണ് അതിൻ്റെ പ്രമാണങ്ങൾ. ക്ഷതാത് ത്രായത, ക്ഷതങ്ങളിൽ നിന്ന് ഉയർത്തുന്നു. ഈ ശരീരത്തിനകത്ത് മനോബുദ്ധിക്കകത്ത് വരുന്ന അപാകതകളിൽ നിന്ന് ഉയരാൻ കഴിയുന്നു. എങ്ങനെ? പ്രമാണങ്ങളിലൂടെ. ആ പ്രമാണങ്ങളിൽ പറയുന്ന കാര്യങ്ങളിലൂടെ. നമുക്കൊരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ പറയും അവൻ കാരണം കൊണ്ടാണെന്ന്. നൈവ ദേവാന ഗന്ധർവ ന പിശാചാന രാക്ഷസാഹ നജാന്യേ സ്വയം അക്ലിഷ്ടം ഉപക്ലിഷ്ണന്തി മാനവം. നിങ്ങളുടെ പ്രശ്നം 100% നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പരിഹാരവും നിങ്ങളാണ്. ആ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വഴിയും മാർഗങ്ങളാണ് പ്രമാണങ്ങളിൽ എഴുതി ചേർത്ത് വെച്ചിട്ടുള്ളത്. അത് ഏത് പ്രമാണമാണെങ്കിലും പ്രശസ്തമായിട്ടുള്ള പ്രമാണങ്ങളാണ് ബൈബിള്, ഖുറാൻ എന്നിത്യാദി കാര്യങ്ങൾ. അവിടെയും അതാ എഴുതി വെച്ചിട്ടുള്ളത്. അത് ആ പുസ്തകത്തെ ആരാധിക്കാനല്ല, ആ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടാണ്. വാദം പിടിച്ചൊരാൾ കുറുന്തോട്ടിയായ നമഹാന്ന് 1.5 കോടി പ്രാവശ്യം ജപിച്ചാലും വാദം മാറാൻ പോകുന്നില്ല. അതിനെന്ത് ചെയ്യണം? അതിന് കുറുന്തോട്ടിയുടെ കഷായം പോലെ വേണ്ട പോലെ വെച്ച് അത് വേണ്ടതുപോലെ നമ്മളിലേക്ക് ആവാഹിച്ചെടുക്കണം. മരുന്നിലെ കുറിപ്പടി എവിടെയെങ്കിലും ഒട്ടിച്ചു വെച്ച് അതിനെ നമസ്കരിച്ചിട്ട് കാര്യമില്ലെന്നർത്ഥം. അല്ലെങ്കിൽ ആ കുറിപ്പടി വായിച്ചിട്ട് കാര്യമില്ല എന്ന് സാരം. അപ്പോൾ ഇവിടെ പ്രമാണങ്ങളിലൂടെ മനുഷ്യനേൽക്കുന്ന ക്ഷതങ്ങൾ, ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ക്ഷതങ്ങളെ ആ ക്ഷതങ്ങളിൽ നിന്ന് ഉയർത്തുന്നു, ആ ക്ഷതങ്ങൾ ഇല്ലാതാക്കുന്നു. ദെൻ ക്ഷീയതേ, പരിപൂർണമായിട്ട് അതില്ലാതായി, ശരീരം ഇല്ലാതായി മാറുന്നു. ഇല്ലാതായി മാറിയാൽ മതിയാകും. പക്ഷെ അതിനു മുൻപ് ഈ അന്തരംഗത്തിൽ വരുന്ന മിഥ്യാധാരണകളെയാണ് നമ്മൾ രോഗങ്ങളെന്ന് പറയുന്നത്. അതിനെ മാറ്റാനാണ് ഗീതയും, അതിനെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപനിഷത്തുകളും അമ്പല സംവിധാനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മുഖമണ്ഡപം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. വേദം ചാൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മുഖമണ്ഡപം. ക്ഷേത്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ പലപ്പോഴും പറഞ്ഞു, വീണ്ടും പറയും, ഇനിയും പറയും. ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, ആളുകൾക്ക് ബോർഡി. അപ്പം എന്ത് ചെയ്യും? മറ്റേ കൂട്ടർ പറഞ്ഞ പോലെ ഞങ്ങൾ വ്യൂവേഴ്സായിട്ട് വരില്ല. അപ്പോൾ സ്വാമി പട്ടിണി കെടുക്കും. ആകട്ടെ, അങ്ങനെയാകട്ടെ. ഇവിടെ ഒരു കാര്യമുണ്ട്. കയ്യിൽ 5 പൈസയിലും ജീവിക്കാൻ ഈ ഭാരതത്തിൽ സന്യാസിക്ക് കഴിയും. ഏത് ആശ്രമത്തിന് പോയാലും വിളിച്ചു നൽകി ആഹാരം തരും. നാളെയും വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഉണ്ട്, ഇനി എന്ന് ഇവിടെയാണെന്ന് പറഞ്ഞാൽ എന്നും ആഹാരം കിട്ടും. അതുകൊണ്ട് ആഹാരമാണ്. ആഹാരം, വസ്ത്രം, പാർപ്പിടാണല്ലോ അടിസ്ഥാന പ്രശ്നങ്ങൾ. വലിയ സൗധങ്ങൾ കെട്ടിയുണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല, ഒരു കാറ് വാങ്ങിക്കാൻ പറ്റിയെന്ന് വരില്ല. അതേ സമയത്ത് ജീവിക്കാം, സുഖമായിട്ട് ഇവിടെ ജീവിക്കാം. അതിന് യൂട്യൂബോ സബ്സ്ക്രിപ്ഷനോ ഒന്നും ബാധകമല്ല. ക്ഷേത്രങ്ങൾ രാജ്യസ്നേഹം വളർത്താനുള്ള സങ്കേതങ്ങളല്ല. ക്ഷേത്രങ്ങളും രാജ്യസ്നേഹവും തമ്മിലുള്ള ബന്ധം നേരിട്ടുള്ളതല്ല. സനാതനധർമ്മ സന്ദേശങ്ങൾ അഥവാ ഉപനിഷത്തുക്കളുടെ സന്ദേശം പടർത്താനുള്ള സങ്കേതങ്ങളാണ് ക്ഷേത്രങ്ങൾ. ഭഗവത്ഗീതയും ഭാഗവതാദി പുരാണങ്ങളും വിന്യസിപ്പിക്കാനുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. രാജ്യം എന്ന് പറയുന്ന ഒരു മഹാസൗധമാണ്. ഒരു താജ്മഹൽ പോലെ ഒരു മഹാസൗധമാണ് ഈ രാജ്യം എന്ന് വെച്ചോളൂ. അതിൻ്റെ ഓരോ അടുക്കുകല്ലുകളും ബലമുള്ളതാകണം. മണലിങ്ങനെ കുറച്ച് വെള്ളമൊഴിച്ച് നനച്ച് അതുകൊണ്ട് അതിനെ വെച്ച് നമുക്ക് മണൽ കൊണ്ട് കോട്ട കെട്ടാൻ നമുക്ക് കഴിയില്ലല്ലോ. ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അടുക്കുകല്ലുകൾ. ഒരു രാജ്യം അത് സമൂഹമാണ്. സമൂഹത്തിൻ്റെ അവസാനത്തെ അടുക്കുകല്ല് ഇവിടുത്തെ ഓരോ വ്യക്തികളുമാണ്. ആ വ്യക്തികൾക്ക് ആന്തരികമായിട്ടും ബാഹ്യവുമായിട്ടും ബലമുണ്ടാകണം. ആ ബലമുണ്ടാക്കി കൊടുക്കുന്ന തന്ത്രങ്ങൾ, അതിനെ വിന്യസിപ്പിക്കുകയാണ് ചെയ്യുന്ന പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങളുടെ കടന്നു പോകുമ്പോൾ ഓരോ വ്യക്തിയും ആന്തരികവും ഭൗതികമായിട്ടുള്ള ബലമുള്ളവനായി മാറുന്നു. അവനിലൂടെ കെട്ടിപ്പൊക്കുന്ന രാജ്യം ശക്തമാകുന്നു. അങ്ങനെയാണ് രാജ്യസ്നേഹത്തെ പ്രകടിപ്പിക്കേണ്ടത്. അതല്ലാതെ
അമ്പലങ്ങൾക്കകത്ത് കയറി വന്ന് അമ്പലങ്ങളുടെ ധ്യാനനിരതമായിട്ടുള്ള അവസ്ഥയെ തല്ലി തകർത്തിട്ട് ഞങ്ങൾ രാജ്യസ്നേഹികളാണ് എന്ന് പറയലല്ല രാജ്യസ്നേഹം വളർത്താനുള്ളതിൻ്റെ അടിസ്ഥാനം അതല്ല. പ്രമാണങ്ങൾ നിലയായിട്ടുള്ളത് മാനവ ജീവിതം മഹോത്സവമാക്കാനുള്ള തന്ത്രങ്ങളിലൂടെയാണ്. മഹോത്സവം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഉത്സവമല്ല, നമ്മളുടെ അകത്ത് അറിവിൻ്റെ പേരിലുള്ള ആനന്ദവും നിറഞ്ഞ് കവിഞ്ഞ് നമ്മളിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നു. അങ്ങനെ ഒരാൾ പുറത്ത് കാണുന്ന സമയത്ത് ആളുകൾക്കും സന്തോഷം. കാരണം എന്താ, അയാളിൽ നിന്ന് ഉത്സവിക്കുന്നത്, അയാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആനന്ദമാണ്, അറിവാണ്. അങ്ങനെ മഹോത്സവമാക്കാൻ, മാനവ ജീവിതം മൊത്തം മഹോത്സവമാക്കാൻ വേണ്ടിയിട്ടാണ് പ്രമാണങ്ങൾ നിലയായിട്ടുള്ളത്. അവിടെ വേണ്ടുന്നത് എത്തിക്സാണ് വേണ്ടത്, വാല്യൂസാണ് വേണ്ടത്. കൃത്യമായിട്ട് പറഞ്ഞാൽ ധർമ്മമാണ് വേണ്ടത്. ആ ധർമ്മത്തിലൂടെ മാത്രമാണ് ഒരാൾക്ക് എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് സുഭദ്രമാക്കാൻ കഴിയുമെന്ന് സാരം. എത്തിക്സ് ഇല്ലാത്ത ഒരാൾ, വാല്യൂസ് ഇല്ലാത്ത ഒരാൾ, അയാൾ എത്ര കോടികൾ സമ്പാദിച്ചാലും ഒളിവിൽ കഴിയേണ്ടി വരും. എത്ര ആളുകൾ കോടികൾ ബാങ്കിനെ പറ്റിച്ചു, കോടീശ്വരന്മാരാ, പക്ഷേ ഇന്ത്യയിലേക്ക് കടക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വിജയ് മല്യ സ്വർണം കൊടുത്തല്ലോ ശബരിമലയിൽ, അയാളുടെ സ്ഥിതി എന്താ? അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ആയതുകൊണ്ട് തന്നെ എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് സുഭദ്രമാകണമെങ്കിൽ, സുലളിതമാകണമെങ്കിൽ എത്തിക്സും വാല്യൂസും മനുഷ്യന് വേണമെന്ന് സാരം. ധാരാളം ബലമുള്ള ഒരാൾക്ക് മനസ്സിന് സമായുധിത്വമില്ലെങ്കിൽ അഥവാ സമാധാനമില്ലെങ്കിൽ ആ ബലം അയാൾ ഉപയോഗിക്കുക അയാൾക്കെതിരായിട്ടായിരിക്കും, അയാൾ നിലനിൽക്കുന്ന അയാളുടെ കുടുംബത്തിനെതിരായിട്ടായിരിക്കും, അവസാനം സമൂഹത്തിനെതിരായിട്ടായിരിക്കും എന്നർത്ഥം. ആയതുകൊണ്ടാണ് ദ്രോണാചാര്യർ തൻ്റെ സ്വന്തം മകനായിട്ടുള്ള അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രം കൊടുക്കാതെ വന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അയാളത് ദുരുപയോഗം ചെയ്യും. കാരണം എന്താണ്, അത് പ്രയോഗിക്കാനുള്ള എത്തിക്സും വാല്യൂസും അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് കൊണ്ട്. ഇവിടെ ക്ഷേത്രങ്ങളിൽ അനുഷ്ഠാന കലകളാണ് നടത്തേണ്ടത്, കലാരൂപങ്ങളല്ല നടത്തേണ്ടത്. അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അനുഷ്ഠിക്കേണ്ടുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന്, ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്, അമ്മയിലേക്ക് അച്ഛൻ ബീജാദാനം നടത്തുമ്പോൾ തുടങ്ങുകയാണ് സംസ്കാര പദ്ധതി. അതിന് ഷോഡശ സംസ്കാരം എന്നൊക്കെയും പറയും. അമ്മയിലേക്ക് ബീജാദാനം നടത്തുമ്പോഴും പ്രാർത്ഥനാ നിരതത്വമാണ്, പ്രാർത്ഥനാ നിരതരാണ് രണ്ടുപേരും. അത് കഴിഞ്ഞാൽ ബീജാദാനം നടത്തിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ പുംസവന കർമ്മമായി തൻ്റെ ഉള്ളിൽ ഈ കുട്ടി വളരുന്നുണ്ട്. ആയതുകൊണ്ട് തൻ്റെ ഗതിവിഗതികളും തൻ്റെ മനോഗതങ്ങളും ആ കുട്ടിയെ ബാധിക്കുമെന്ന വിചാരത്തോടു കൂടി താൻ കഴിക്കുന്ന ആഹാരവും ആ കുട്ടിയുടെ വളർവിനെ, അതിനുശേഷം അവൻ വ്യക്തിയായിട്ട് പുറത്തു വന്നതിന് ശേഷമുള്ള അവൻ്റെ ജീവിതത്തെയും ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളെ പുംസവനം എന്ന് പറയുക. ആ രീതിയിൽ ഒരു വ്യക്തി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നത് മുതൽ അവസാനം അന്ത്യേഷ്ടി കർമ്മം ഏറ്റുവാങ്ങി കിടക്കുമ്പോൾ വരെ ഒരു വ്യക്തി എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, ഇതിനെ വേർതിരിച്ച് പറയുന്ന കലാരൂപങ്ങളെയാണ് അനുഷ്ഠാന കലാരൂപങ്ങൾ എന്ന് പറയുക. അത് കഥകളിയാണ്, കൂടിയാട്ടമാണ്, കൂത്താണ്, നാടകമാണ്, ഓട്ടംതുള്ളലാണ്, കൊറത്തിയാട്ടമാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊരിക്കൽ പോലും ആന, വെടി, മിമിക്രി, നാടകം, യൂഫോറിയ, നിന്നുതുള്ളൽ, സിനിമാറ്റിക് ആട്ടം, പിന്നെ റെമി, പിന്നെ ടോമി അല്ല. അത് ഒരിക്കലും അനുഷ്ഠാന കലകളല്ല, അത് അനാത്മവിദ്യകളാണ്. അനാത്മവിദ്യകൾ അവിഹിതമാണ് എവിടെ? ക്ഷേത്രങ്ങളിൽ. ഇതാരാ മനസ്സിലാക്കേണ്ടത്? ഈശ്വരവിശ്വാസമുള്ളവർ, ക്ഷേത്രങ്ങളോട് സ്നേഹമുള്ളവർ, ക്ഷേത്രവിശ്വാസികൾ, അവരാ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അനുഷ്ഠാന കലകളുടെ സ്ഥാനത്തിപ്പോൾ അന്തർദോഷങ്ങളെ ലഹരി പിടിപ്പിക്കുന്ന ആട്ടങ്ങളും ഓട്ടങ്ങളും ചാട്ടങ്ങളുമാണുള്ളത്. അവിടെ ഗാനമേള നടക്കുമ്പോൾ ഇവിടെ ചാട്ടമോട്ടമായി, ശ്രദ്ധ അവിടെ ആവശ്യമില്ല, ധ്യാനം അവിടെ ആവശ്യമില്ല. അമ്പലത്തിനകത്ത് കയ്യടിയും മാർപ്പുവിളിയും ലഹളയും മണൽ വലിച്ചെറിയലും, പിന്നെ അപ്പുറത്തിരിക്കുന്ന സ്ത്രീകൾ ഇപ്പുറത്തിരിക്കുന്ന പുരുഷന്മാർ, അവസാനം ലഹള, പോലീസ്, അടിത്തല്ല്. ഇന്നിപ്പോൾ ക്ഷേത്രോത്സവങ്ങളിലെ സ്ഥിരം പരിപാടിയത്. ആർക്കാ നഷ്ടം? ഒരു വീടിനകത്ത് പണ്ട് കൂട്ടുകുടുംബമാണ്, 25 പേരും 30 പേരുണ്ടാവും.
അതിലൊരു ജ്യേഷ്ഠനും അനുജനും മാത്രം നമ്മൾ എന്നും അടിയാണ്. നാട്ടുകാരെന്താ പറയുന്നത് അറിയോ? അത് കുറേ അലമ്പന്മാരുടെ വീടാണെന്നാണ് പറയുക. ഇന്നിപ്പോൾ ക്ഷേത്രോത്സവങ്ങളിൽ ആർക്കാണ് സ്ത്രീകൾക്കൊക്കെ ധൈര്യമായിട്ട് പോകാൻ പറ്റൂ? എന്ന് 364 ദിവസവും അമ്പലത്തിൽ പോകുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്ന ഭക്തജനങ്ങൾക്ക് ഈ ഉത്സവം നടക്കുമ്പോഴേക്ക് പോകാൻ പറ്റില്ല. കാരണം എല്ലാ കശ്മലന്മാരും ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് എന്തിനാ പോലീസില്ലെങ്കിൽ അവിടെ കൊലപാതകം നടക്കും. അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് ആ ഉത്സവത്തിൻ്റെ മഹത്വം നമുക്ക് തിരിച്ചറിയാൻ എവിടെയാ കഴിയാമെന്നറിയോ? തൊട്ടപ്പുറത്തെ ചാരായ ഷാപ്പിൽ. അവിടെ ദിവസം ഇവിടുത്തെ വരുമാനം 1000 രൂപയാണെങ്കിൽ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ അവിടുത്തെ വരുമാനം 30,000 രൂപയാണ്. അതാണ് സ്ഥിതി. ഏതായാലും മഹാപ്രസ്ഥാനങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങൾ അതിനെ ലഘൂകരിച്ച് അവസാനം ക്ഷേത്രങ്ങൾ ഇപ്പോൾ നാട്ടിലെ റിക്രിയേഷൻ ക്ലബ്ബുകളായിട്ട് മാറി. 40,000 വരുന്ന ക്ഷേത്രങ്ങളാണ് ഉള്ളത്. ആ ക്ഷേത്രങ്ങളുടെ അധീശത്വത്തിന് വേണ്ടിയിട്ടിപ്പോൾ രാഷ്ട്രീയക്കാർ തമ്മിൽ കുത്തിച്ചാവുകയാണ്. ക്ഷേത്രങ്ങൾ എന്തിന് എന്നറിയാത്ത ഭക്തന്മാർ, വിശ്വാസികൾ ഇവിടെ നിസ്സംഗരാണ്. അവർ നോക്കി നിൽക്കുന്നു. ഞങ്ങളെന്താ ചെയ്യുക? നിങ്ങളാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് അജ്ഞതയുണ്ട് ക്ഷേത്രത്തെക്കുറിച്ച്. ഈ നിസ്സംഗതയും അജ്ഞതയുമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള ക്ഷേത്ര ദുരന്തങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇന്നും അത് സത്യത്തിൽ ശബരിമലയിൽ മാത്രമല്ല, അതിനേക്കാൾ വലിയ തോതിൽ ഗുരുവായൂർ നടക്കുന്നുണ്ട്. അതിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. അതെടുത്ത് വിന്യസിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ആരാ? ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളാണ്, ക്ഷേത്ര വിശ്വാസികളാണ്. അതിനെ മൂടി വയ്ക്കില്ല ചെയ്യേണ്ടത്. കുഷ്ഠരോഗം ഒരിക്കലും കുട്ടിക്കൂറ പൗഡർ ഇട്ട് മൂടി വെച്ചിട്ട് കാര്യമില്ല. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ മണം പുറത്തേക്ക് വരും. ആയതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണം, ക്ഷേത്രങ്ങൾക്കകത്തൊരു സഡൻ ഫണ്ടമെൻ്റൽ ചേഞ്ച്, ഒരു വിപ്ലവം നടപ്പാക്കേണ്ടത് ക്ഷേത്ര വിശ്വാസികളാണ്. ഞാൻ പാലക്കാട് താമസിക്കുന്ന സമയത്ത് എൻ്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനൊക്കെയാണ്, പക്ഷേ കടുത്ത വിശ്വാസിയാണ്. അദ്ദേഹത്തിന് ഭാര്യ പ്രസവിച്ചു. 3 പ്രസവമായിരുന്നു, 6 മക്കളാണ്, ഇരട്ട പെറ്റ കുട്ടികളായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒരു കുട്ടി, അങ്ങനെ 7 മക്കൾ അദ്ദേഹത്തിനുള്ളത്. ഒക്കെ നല്ല പിള്ളേരാണ്, എല്ലാവരും നല്ല പിള്ളേരാണ്. ഒരിക്കൽ പിരിവിന് വന്ന സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. ഞാനവിടെ വാടകയ്ക്ക് താമസിക്കുമ്പോൾ പിരിവിന് വന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ള ക്ഷേത്രക്കാരാണ്. ആ ക്ഷേത്രക്കാർ പിരിവിന് വന്ന്, പ്രശസ്തമായിട്ടുള്ള ക്ഷേത്രമാണ്. നമ്മൾ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ പാലക്കാട് സിറ്റിയിലേക്ക് തിരിഞ്ഞ് കയറുമ്പോൾ ആദ്യം കാണുന്ന ക്ഷേത്രം അതാണ്. ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, പറയാൻ മടിയുണ്ടായിട്ടല്ല. അപ്പോൾ അവിടെ വന്ന ഉടനെ അദ്ദേഹം പറഞ്ഞത്, പിരിവുകാർ കയറി വന്ന ഉടനെ അങ്ങനെ പുറത്തു പറയാം, ആ പിരിവിൻ്റെ ആൾക്കാരല്ലേ, വരൂ മേന്നെ എന്ന് പറഞ്ഞു. അവർ കയറി ചെന്നു. മേനൊന്നും പറഞ്ഞു, അത് ഞാൻ എൻ്റെ ഒരു ശൈലിയിൽ പറഞ്ഞു മാത്രം. ആ പിരിവുകാരെ പിഴുതാ വരൂ എന്ന് പറഞ്ഞു. എന്താ അവിടെ ഗീത നടക്കുന്നുണ്ടോ? ഭാഗവതം നടക്കുന്നുണ്ടോ? ഉപനിഷത്ത് നടക്കുന്നുണ്ടോ? അപ്പോൾ അല്ല, അത് വെടിക്കെട്ടിനാ. എന്നാൽ നിങ്ങളുടെ കാര്യം ചെയ്തോളൂ, 10 രൂപ പിടിച്ചോളൂ. 10,000 അല്ല കേട്ടോ, 10 രൂപ. അവിടെ പ്രമാണങ്ങൾ പ്രസിദ്ധമാക്കുന്നൊരു പ്രവൃത്തിയാണ് നടക്കുന്നതെങ്കിൽ എൻ്റെ വക, എൻ്റെ മക്കളുടെ വക 5,000 രൂപ. പള്ളിക്കാരി പിരിവിന് ചെല്ലുമ്പോൾ അദ്ദേഹം കൊടുക്കുന്നത് 1,000, 2,000, 3,000 രൂപയാണ്. അമ്പലക്കാരി പിരിവിന് ചെല്ലുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നത് 10 രൂപ. അതിന് കാരണം എന്താണ്? അതാണ് ഭക്തൻ. അമ്പലങ്ങളിൽ അശ്ലീലമാർന്ന പരിപാടികൾ നടത്താൻ അനുവദിക്കാതിരിക്കുന്നതിന് മുൻപിൽ നിൽക്കേണ്ട ഇവിടുത്തെ ഭക്തജനങ്ങളാണ്. പക്ഷെ അവർ മറന്നുപോയി. അമ്പലം എന്ന് പറഞ്ഞാൽ ഉത്സവം, അമ്പലം എന്ന് പറഞ്ഞാൽ ഗാനമേള, അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നാടകം, അമ്പലം എന്ന് പറഞ്ഞാൽ മിമിക്രി. അതിനപ്പുറം ചിന്തിക്കാൻ ഇപ്പോഴത്തെ ഭക്തജനങ്ങൾക്ക് കഴിയുന്നില്ല. ക്ഷേത്രങ്ങൾ വാസ്തവത്തിൽ സ്വർണ്ണ അലുക്കുകളിട്ട്, അഥവാ സ്വർണ്ണപ്പാടികൾ കൊണ്ട് തീർത്ത് ശവപ്പെട്ടികളായിട്ട് മാറുകയാണ്. അലങ്കാരപ്പണികളുണ്ട്, ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, മനോഹരമായിട്ടുള്ള ശവപ്പെട്ടി. അതിൻ്റെ ഉള്ളിൽ എന്താ? ജീവനില്ലാത്തൊരു മൃതദേഹം, ജീവനില്ലാത്തൊരു ശവം. അതേ സമയത്ത് മരം കൊണ്ട് അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ട് ഉള്ള പെട്ടിയാണെങ്കിലും ഉള്ളിൽ എന്താ ഉണ്ടാകേണ്ടത്? ഉള്ളിൽ മരതകമണികൾ, മാണിക്യമണികൾ, മുത്തുമണികൾ, ഇതൊക്കെയല്ലേ ഉണ്ടാകേണ്ടത്? അതിനല്ലേ വാല്യൂ. മൺമറഞ്ഞു പോയിട്ടുള്ള മഹാമനീഷികൾ
ഹൈന്ദവർക്ക് നൽകിയ മഹാധനമാണ് ക്ഷേത്രങ്ങൾ. അവിടെ അനാത്മവിദ്യകൾ അവിഹിതങ്ങളാണ്. ആത്മവിദ്യാ പ്രകാശനം നടക്കാത്ത ക്ഷേത്രങ്ങൾ ജീവനില്ലാത്ത ശവം പേറുന്ന സ്വർണത്തിൽ പൊതിഞ്ഞ ശവപ്പെട്ടികൾ മാത്രമാണ്. അത്തരം സങ്കേതങ്ങളിൽ കശ്മലന്മാർ കാണുക, പുറത്തുള്ള രാഷ്ട്രീയക്കാർ കാണുക, അവിടുത്തെ മണ്ണ്, അവിടുത്തെ പൊന്ന്. അവരതിനെ കവർച്ച ചെയ്ത് ജീവിക്കുന്നു, കവർച്ച ചെയ്ത് സ്വന്തമാക്കുന്നു. ഇവിടെ പ്രതിരോധം തീർക്കേണ്ടത് ആരാണ്? ഈശ്വരവിശ്വാസികളാണ്, യഥാർത്ഥ ഭക്തന്മാരാണ് അവിടെ പ്രതിരോധം തീർക്കേണ്ടത്. അമ്പലങ്ങളിൽ ഗണഗീതം പാടുന്നത് അമ്പല സംസ്കാരത്തിനും ആചാരങ്ങൾക്കും എതിരാണ്. ഗണഗീതത്തെ അവർ വേറൊരു ടൈറ്റിൽ കൊടുക്കുകയാണ്, എൻടൈറ്റിൽ ചെയ്യുന്നു, ദേശഭക്തി ഗാനം. അതാണ് വാദം. ശരി, ദേശഭക്തി ഗാനമാണെങ്കിലും അമ്പലത്തിൽ പാടാനുള്ളതല്ല. RSS സംഘപരിവാറുകാർ ക്ഷേത്രങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള അതിനുള്ള പല മാർഗങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഈ ദേശഭക്തി ഗാനം എന്ന് പറഞ്ഞ് ഗണഗീതം പാടൽ. ക്ഷേത്രങ്ങൾ യഥാർത്ഥ അർത്ഥത്തിൽ എന്താ ഉണ്ടാകുന്നത്? നശിക്കുകയാണ്. ഓരോ ക്ഷേത്രത്തെയും ഹൈന്ദവ ആധ്യാത്മിക വിദ്യാലയങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടികളെ നമ്മൾ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്നു. സ്കൂൾ അതിമനോഹരമാണ്. ഏതോ ഒരു വിദേശി, അമേരിക്കക്കാരനോ ആരോ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് മനോഹരമായിട്ടുള്ള സൗധമാണ് സ്കൂള്. കുട്ടികൾക്ക് ഇരിക്കാൻ സെപ്പറേറ്റ് കസേരകൾ, കുട്ടികൾക്ക് സംസാരിക്കാനും ടീച്ചർക്ക് സംസാരിക്കാനും മൈക്ക്, ഡിജിറ്റൽ ബോർഡുകൾ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? പഠിപ്പിക്കാൻ ടീച്ചർമാരില്ല. അങ്ങനെ ഒരു സ്കൂളിൽ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ചേർക്കൂ. അതേസമയത്ത് അപ്പുറത്ത് ചുമരയ്ക്ക് ഇടിഞ്ഞ് പൊളിഞ്ഞ് നമ്മുടെ മാണിക്യക്കല്ല് സിനിമയിലെ പോലെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ചുമര്. പക്ഷേ ഉത്തമന്മാരായിട്ടുള്ള അധ്യാപകന്മാർ അവിടെയുണ്ട്. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ എവിടെയാണ് കൊണ്ട് ചേർക്കുക? വിദ്യ വേണമെങ്കിൽ വിദ്യ അറിയുന്നവർ വിദ്യയെ പ്രസരിപ്പിക്കുന്ന ഇടം ഉണ്ടായേ മതിയാകൂ എന്നർത്ഥം. ഇവിടെ ഓരോ ക്ഷേത്രത്തെയും ഹൈന്ദവ ആധ്യാത്മിക വിദ്യാലയങ്ങളാക്കി മാറ്റുകയാണ് വേണ്ടത്. അതിന് ഭക്തജനങ്ങളാണ് മുന്നിലെത്തേണ്ടത്. അവർ ക്ഷേത്രങ്ങളുടെ പിരിവുകാർ വരുമ്പോൾ ചോദിക്കണം, എന്താ അവിടെ ഗീത പറയാൻ ആൾ വരുന്നുണ്ടോ? ഇല്ല. ഉപനിഷത്ത് പറയാൻ ആൾ വരുന്നുണ്ടോ? ഇല്ല. ഭാഗവതം നടക്കാൻ പോകുന്നുണ്ടോ? ഇല്ല. പിന്നെന്താ ഗാനമേള? അയ്യോ, അതിന് പിരിവ് തരാനില്ല കേട്ടോ എന്ന് തുറന്നു പറയാൻ നിങ്ങൾക്ക് കഴിയണം. ഈശ്വര സങ്കല്പങ്ങളെ പ്രതി, മതങ്ങളുടെയെല്ലാം മാതാവായിട്ടുള്ള ഹിന്ദുമതത്തെ പ്രതി ഹിന്ദുക്കൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം അതായിരിക്കും. ഒറ്റ വാക്ക്. അമ്പലങ്ങളിൽ ആസുരികമായിട്ടുള്ള പ്രവർത്തികൾ നടക്കുമ്പോൾ നോക്കൂ, അത് ശരിയല്ല കേട്ടോ എന്ന് പറയാനുള്ള ശേഷി ഇവിടെയുള്ള സാധാരണക്കാർക്കുണ്ടായാൽ, ഭക്തജനങ്ങൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അമ്പലം നന്നാവും. പിന്നെ എൻ്റെ കാര്യം, ഞാൻ മരണം കാത്തിരിക്കുന്നവനാണ്. എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ മരിച്ചു എന്നുള്ള വാർത്തകൾ ഏറ്റവും കുറഞ്ഞത് ഒരു വർഷത്തിൽ 5 വാർത്തകളെങ്കിലും വരും. അറിഞ്ഞില്ലേ പുഷ്പാങ്കദം മരിച്ചു? അറിഞ്ഞില്ലേ എൻ്റെ തന്നെ ഒരു സഹോദരനുണ്ട് മരിച്ചു? ഇതിങ്ങനെ നിരന്തരം കേൾക്കുകയാണ്. നമ്മൾ പത്രങ്ങളിൽ കാണുന്നുണ്ടല്ലോ, അതുപോലെ മറ്റേ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടല്ലോ. 70 വയസ്സായിട്ടുള്ള ഞാനിനി 70 കൊല്ലം കൂടി ജീവിക്കൂ. നടക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ സൂക്ഷിച്ച് നടക്കുക, കുട്ടികൾ നടക്കുന്ന പോലെ. എന്തൊക്കെയോ പോരായ്മയുള്ള പോലെ തോന്നുകയായിരിക്കും പക്ഷെ ആശുപത്രിയിൽ പോകുന്ന സമയത്ത് രക്തം പരിശോധിക്കുമ്പോൾ, മൂത്രം പരിശോധിക്കുമ്പോൾ, എല്ലാ പരിശോധനയും നടത്തുമ്പോൾ ഒരു കുഴപ്പമില്ല. ശരീരത്തിന് ആരോഗ്യമുണ്ട്. പക്ഷെ അത് ആയുസ്സിനെ നീട്ടിക്കൊടുക്കാൻ പര്യാപ്തമല്ല. ആരോഗ്യം ആയുസ് തമ്മിൽ യാതൊരു ബന്ധമില്ല. അതുകൊണ്ട് ഞാൻ മരണം കാത്തിരിക്കുന്നവരാണ്. ക്ഷേത്രങ്ങളായി കഴിഞ്ഞാൽ, ആധ്യാത്മിക സർവകലാശാലകളായി കഴിഞ്ഞാൽ എനിക്കിനി നേട്ടങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ വീട്ടിൽ പുറത്തന്നെ പോകാറില്ല. നേട്ടം പുതുതലമുറയ്ക്കാണ്. നേട്ടം ആ പുതുതലമുറയെ വഴി നടത്താൻ വെമ്പൽ കൊള്ളുന്ന അവരുടെ മാതാപിതാക്കൾക്കാണ്. അവർക്കാണ് നേട്ടമുണ്ടാകുന്നത്. ഹിന്ദുമത വിശ്വാസികൾക്കാണ് നേട്ടമുണ്ടാകേണ്ടത്. ആയതുകൊണ്ട് തന്നെ
അശ്രീകരത്വമാർന്ന പ്രവണത ഉൾക്കൊള്ളുന്ന ഭാരവാഹികളെയും അവിടുന്ന് വേണ്ടുന്ന രീതിയിൽ അവിടുന്ന് പുറത്താക്കണം. ക്ഷേത്രത്തെ ഇഷ്ടപ്പെടുന്ന, ക്ഷേത്ര സംവിധാനങ്ങളെ ഇഷ്ടപ്പെടുന്ന, ഹൈന്ദവ ധർമ്മങ്ങളെ ഇഷ്ടപ്പെടുന്ന, ഹൈന്ദവ പ്രമാണങ്ങളെ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരായിരിക്കണം ഇനി അമ്പലത്തിൻ്റെ ഭാരവാഹികൾ. ഞങ്ങളൊന്നുമില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ അവർ ഈശ്വരനെയാണ് തള്ളുന്നത്, ഈശ്വര സങ്കേതങ്ങളെയാണ് തള്ളുന്നത്, ഈശ്വര വചനങ്ങളെയാണ് തള്ളുന്നത്. ഞങ്ങൾക്കിതൊന്നും പ്രശ്നമില്ലെന്ന് പറഞ്ഞ് മാറി നിന്നാൽ അടുത്ത തലമുറ അവർ പരിപൂർണ്ണ, ഇന്നത്തെ തലമുറ ഏകദേശ രൂപത്തിൽ കണ്ണില്ലാത്തവരും ചെവിയില്ലാത്തവരായിട്ട് മാറിയിട്ടുണ്ട് ഹിന്ദുക്കൾ. അടുത്ത തലമുറ പരിപൂർണമായിട്ടുള്ള അന്ധന്മാരായി മാറും, ഡംബ് ആൻഡ് ഡഫായിട്ട് മാറും. അതിൻ്റെ ഉത്തരവാദി നിങ്ങളായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യണം. അമ്പലങ്ങളിൽ ഗണഗീതമെന്നല്ല ഒരു ഗീതത്തിൻ്റെ ആവശ്യമില്ല. അവിടെ വേദമന്ത്രങ്ങളും വേദാന്ത മന്ത്രങ്ങളും ഉപാംശുവായിട്ട് ഈ ചുണ്ടിൻ്റെ താഴെ അതേ പാടൂ. കാരണം ഏത് രൂപത്തിലും കോലത്തിലുമാണെങ്കിലും ഈശ്വര സങ്കല്പം എങ്ങനെയാണ്? മൗനം വ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം. ഈശ്വരൻ ധ്യാനനിരതനാണ്. അവിടെ പോയിട്ട് നിന്ന് ലഹളി ഉണ്ടാക്കരുത്. ദീപാരാധന സമയത്ത് എൻ്റെ മുമ്പിൽ നിന്ന് നാരായണ നാരായണ നാരായണെന്ന് ഇപ്പുറത്തും വരിയായിട്ട് നിന്ന് ചെല്ലുന്നത് പോലും തെറ്റാണ്. ദീപാരാധന സമയത്ത് വലിയ മണി കണേ എന്ന് പറഞ്ഞത് അത് തൂങ്ങിയിട്ടാണ് അടിക്കുന്നത്. ഭയങ്കര ലഹളി ഉണ്ടാക്കുകയാണ്. അത് വേദാന്തപരമായിട്ട് സൃഷ്ടിച്ചു വെച്ച കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് ഉപയുക്തമാകുന്നതല്ല. അതേ സമയത്ത് ഉത്തരേന്ത്യയിൽ ഇവിടുത്തെ രീതിയല്ല. ഇവിടെ മാനവദേഹത്തിന് മനോഹരമായിട്ടുള്ള ത്രിമാന ചിത്രങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി വെച്ചുള്ള പ്രത്യേകിച്ച് മഹാക്ഷേത്രങ്ങൾ, അതിന് വലിയ ശാസ്ത്രമുണ്ട്. അതേ സമയത്ത് എല്ലാവരും കൂടുന്നു, അവരുടെ സന്തോഷം, അവർ ഉറക്കെ പാടുന്നു, അവർ കൊട്ടുന്നു, അവരാടുന്നു. അത് മറ്റൊരു സങ്കല്പമാണ്. അത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ അരുത്. നമസ്കാരം.